നമ്മുടെ വീട്ടിലെ ഗ്യാസ് സ്റ്റവ് വളരെ ലോ ഫ്ലെയിമിൽ കത്തുമ്പോൾ പാചകം ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതിലേറെ ബുദ്ധിമുട്ടായിരിക്കും നമുക്കത് അഴിച്ച് സർവീസിന് കൊണ്ടുപോവുക. അപ്പോൾ നമ്മുടെ വലിയ ബർണറാണ് ലോ ഫ്ലെയിം. അപ്പോൾ ഈ 2 സ്ക്രൂ അഴിച്ചാൽ ഇതൊന്നും ഇല്ലാണ്ട് നമുക്ക് സിമ്പിളായിട്ട് സർവീസ് എടുക്കാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആ സ്ക്രൂ ആദ്യം തന്നെ അഴിക്കാം. സ്ക്രൂ എല്ലാം അഴിച്ച് കഴിഞ്ഞ് വളരെ സിമ്പിളായിട്ട് നമ്മൾ മുകളിലേക്ക് പൊക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ബർണറിൻ്റെ പോർഷൻ ഊരിയെടുക്കാൻ പറ്റും. പിന്നെ നമുക്കത് തിരിച്ചു വെക്കണം. ഇനി നമുക്ക് അഴിക്കേണ്ട വാൽവിൻ്റെ ഫ്രണ്ടിൽ ജെറ്റ് ഉണ്ട്. ഈ ജെറ്റാണ് അടയണേ. ഉറുമ്പ് കയറി അത് പൊടി കയറി അടയാറുണ്ട്. അപ്പോൾ നമുക്ക് ഈ ജെറ്റ് ഊരിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ സ്പാൻഡർ ഉപയോഗിക്കണം. സ്പാൻഡർ ഉപയോഗിച്ചത് ഊരിയെടുക്കുക. അപ്പോൾ ഇതാണ് ജെറ്റ് വരുന്നത്. ഇതിന് ചെറിയൊരു ഹോളാണുള്ളത്. ഈ ഹോൾ അടയുമ്പോഴാണ് നമുക്ക് ലോ ഫ്ലെയിം വരുന്നത്. ജെറ്റ് ഊരിയെടുത്ത ശേഷം പയ്യനൊന്ന് ഓണാക്കുവാണെങ്കിൽ ഇതിൻ്റെ വാൽവിലുള്ള പൊടിയൊക്കെ തള്ളിപ്പോവും. ഓണാക്കി പിടിക്കരുത്, ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് ഓണാക്കാനേ പാടുള്ളൂ. അപ്പോൾ ഈ ജെറ്റിൻ്റെ ഹോള് ക്ലീൻ ചെയ്യാൻ നമ്മളിവിടെ ചെറിയൊരു കമ്പിയുടെ കഷ്ണം എടുത്തിട്ടുണ്ട്. ഈ ഹോളൊന്ന് ക്ലീൻ ചെയ്ത് കൊടുത്താൽ വളരെ ചെറിയ ഹോളാണ്. അപ്പോൾ നമ്മുടെ അടഞ്ഞിരുന്ന ജെറ്റ് ക്ലീൻ ആയിട്ടുണ്ട്. നമുക്ക് തിരിച്ച് അങ്ങനെ സെറ്റ് ചെയ്യാം. സ്പാൻഡർ ഉപയോഗിച്ച് നന്നായിട്ട് ടൈറ്റ് ചെയ്യാം. ഫുൾ ടൈറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ച് സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യമേ ഊരിയെടുത്ത ബർണർ സെറ്റ് നമുക്ക് അങ്ങനെ തന്നെ സെറ്റ് ചെയ്യാം. ഇനി അതിൻ്റെ സ്ക്രൂ ടൈറ്റ് ചെയ്യാം. 2 സ്ക്രൂ നന്നായിട്ട് ടൈറ്റ് ചെയ്യണം. ഇതിൻ്റെ ഗ്ലാസ് ഈ സ്ക്രൂവിലാണ് ഉറപ്പിച്ചേക്കുന്നത്. അപ്പോൾ 2 സ്ക്രൂ നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളപ്പോൾ ജെറ്റ് അഴിച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട്. നമ്മളെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ 2 നന്നായിട്ട് കത്തുണ്ട്. അപ്പോൾ ഇതിൻ്റെ 2 സ്ക്രൂ അഴിച്ചാൽ വളരെ സിമ്പിളായിട്ട് നമുക്കിത് സർവീസ് ചെയ്തെടുക്കാൻ പറ്റും.